ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ചിക്കൻ കറി. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി. ചിക്കൻ കറിയുടെ കൂടെ നമ്മൾ കഴിക്കാനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് മണിപ്പുട്ടാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ചിക്കൻ കറി, അല്ലെങ്കിൽ ചിക്കൻ കറി അല്ല, ഇറച്ചിക്കറി. അത് ബീഫ് കറി ആണെങ്കിലും മട്ടൻ കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും അതിൻ്റെ കൂടെ മണിപ്പുട്ട് അതൊരു ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരുന്നത് ഒരു മണിപ്പുട്ട്. അപ്പോൾ മണിപ്പുട്ടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഫെമിലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം പോലെ ഇരിക്കും. നമ്മൾ ചിരട്ട പുട്ട് കുറ്റിയിൽ റെഡിയാക്കി എടുക്കും. പുട്ട് പോലെയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്ക് കഴിക്കും. ഒരു തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം. എനിക്ക് കഴിക്കാനായിട്ട് ഒരു മണിപ്പുട്ടെടുത്തു. പിന്നെ കുറച്ച് കറി, ചിക്കൻ കറിയും, പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ ഞാൻ രാവിലെ കാര്യമായിട്ടുള്ള കുക്കിങ്ങും വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കിച്ചൺ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഡയറക്റ്റ് നമ്മൾ വിളമ്പുന്നതും അതുപോലെ തന്നെ കഴിക്കുന്നതും മെയിനായിട്ട് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്, നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഓരോ നേരത്തെയും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലഞ്ചും അതുപോലെ തന്നെ നമ്മൾ ലഞ്ചിൻ്റെയും കുക്കിങ് കിച്ചൺ വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ ഉച്ച ഊണിൻ്റെ വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോംലി മീൽസാണ് ഈ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല മധുരമുള്ള കുറച്ച് മാംഗോ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ ലഞ്ചിൻ്റെ വിശേഷം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കുഞ്ഞൻ മത്തി പൊരിച്ചത് കുറച്ച് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കുഞ്ഞൻ മത്തി പൊരിച്ചതും, അതുപോലെ തന്നെ ഇന്ന് ഇത് സ്പെഷ്യൽ, എൻ്റെ ഫേവറേറ്റ് ആണ്, നമ്മുടെ ഓമയ്ക്ക ഉണ്ടല്ലോ, പപ്പായ. നമ്മളൊക്കെ ഇതിനെ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ എന്നാണ് പറയുന്നത്. നമ്മുടെ ഓമയ്ക്ക തോരൻ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കി അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ റെഡിയാക്കിയിരുന്നത് ഫിഷ് കറിയാണ്. അപ്പോൾ ഈ മീൻകറി എന്ന് പറയുന്നത് തലേന്നത്തെ മീൻകറിയാണ്. അപ്പോൾ നമ്മുടെ മുളകും അതുപോലെ തന്നെ കുടംപുളിയും എല്ലാം കൂടെ പിടിച്ചിട്ട്, ഉപ്പും മുളകും എരിവും ഒക്കെ പിടിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ ടൈം ആയപ്പോഴത്തേനും ടേബിളിലേക്ക് എടുത്ത് മാറ്റി. പിന്നെ ഇതെന്ന് പറയുന്നത് പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് തക്കാളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ എഗ്ഗ് തോരൻ, മുട്ടത്തോരൻ റെഡിയാക്കി എടുത്തതാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നല്ല ചൂട് ചോറിന് മുട്ടത്തോരൻ ഇളക്കി ചോറ് കഴിക്കാനായിട്ടൊരു പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ ചൂട് ചോറ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ടുള്ള, വലിയ വിഭവസമൃദ്ധമായിട്ടുള്ള, വലിയ സ്പെഷ്യലായിട്ടുള്ള ലഞ്ചൊന്നുമല്ല. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ തനി നാടൻ ഉച്ചയൂണാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ടത്തോരനും അതുപോലെ തന്നെ മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ തലേ ദിവസത്തെ ഈ ഒരു മീൻ കറി ആയതുകൊണ്ട് തന്നെ ചട്ടിയിൽ തന്നെ ഇരുന്നതുകൊണ്ട് തന്നെ മീൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ പപ്പായ തോരൻ, നമ്മുടെ ഓമയ്ക്ക തോരൻ അല്ലെങ്കിൽ പപ്പായ തോരൻ എന്ന് പറയുന്നതും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടി എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ചോറെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഫിഷ് കറി എടുത്തു, പിന്നെ പപ്പായ തോരൻ, പിന്നെ കുറച്ച് കുഞ്ഞൻ മത്തി പൊരിച്ചത്, എല്ലാം കൂടെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വിളമ്പി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വിളമ്പി എടുക്കുകയാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണല്ലോ പപ്പായ തോരൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുട്ടത്തോരൻ, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള മുട്ടത്തോരൻ, പിന്നെ ഒരു പപ്പടം എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കാനായിട്ടൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങളും, പിന്നെ ഇടയ്ക്ക് കുട്ടികൾ എന്തൊക്കെയോ സ്വീറ്റായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മധുരമായിട്ട് നമ്മൾ എന്തൊക്കെയോ സ്വീറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങൾ, പിന്നെ രാത്രിത്തെ ഡിന്നർ വിശേഷങ്ങൾ, അതെല്ലാം ഇനിയും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹോംലി മീൽസാണ്, ഹോം കുക്കിംഗ് ഡിഷസാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴാണ്, വീക്കെൻഡ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിലാണ് എന്തെങ്കിലും പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്ന വിശേഷങ്ങളും കഴിക്കുന്ന വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. വീക്ക് ഡേ ആകുമ്പോഴത്തേനും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ലഞ്ച്
ലഞ്ച് ആണെങ്കിലും ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഡിന്നർ, അങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹോംലി മീൽസായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. നമ്മൾ വീക്കെൻഡിൽ നമ്മളിടയ്ക്ക് ടീ ടൈമിൽ ഷവർമ, ബർഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷം നമുക്ക് മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോൾ നമ്മൾ പിസ്ത ഫ്ലേവർ, അതുപോലെ തന്നെ ബനാന ഫ്ലേവർ, സ്ട്രോബെറി ഫ്ലേവറിലുള്ള കുക്കീസ് എടുത്ത് അത് കഴിച്ചു. പിന്നെ അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ ചായ വെക്കുകയാണ്. നല്ല ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള കടുപ്പമൊക്കെ കുറച്ച് കൂട്ടിയിട്ടുള്ള ചായക്ക് സ്നാക്കായിട്ട് എടുത്തിരുന്നത് റസ്ക് എടുത്തു. പിന്നെ ചക്ക വറുത്തത് എടുത്തു. പിന്നെ ബണ്ണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ബണ്ണ്. അപ്പോൾ ഉള്ളിൽ നല്ല യെല്ലോ കളറിന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങനെ ഫ്രൂട്ട് ബണ്ണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി എടുത്തിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ല ചൂട് ചായയും അതുപോലെ തന്നെ ചക്കവറുത്ത നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇരിപ്പുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. അത്ര നമ്മുടെ വീട്ടിൽ പൊരിക്കുന്ന അത്ര ടേസ്റ്റൊന്നുമില്ല, എങ്കിലും നമുക്ക് ആഗ്രഹം തോന്നിയത് കൊണ്ട് നമ്മൾ ചക്കവറുത്തതൊക്കെ വാങ്ങിച്ച് ചൂട് ചായയുടെ കൂടെ കഴിക്കുകയാണ്. പിന്നെ റസ്ക്, നല്ല ചൂട് ചായയുടെ കൂടെ റസ്ക്കും അതുപോലെ തന്നെ ചൂട് ചായയുടെ കൂടെ ബണ്ണൊക്കെ കൂട്ടി കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു രാത്രി സമയമായപ്പോൾ മക്കൾക്ക് ക്രീം ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പൈനാപ്പിൾ ഫ്ലേവറിലുള്ള ക്രീം ബിസ്ക്കറ്റാണ്, അത് മക്കൾക്ക് കൊടുത്തു. അതിനുശേഷം രാത്രി ഡിന്നറിന് വേണ്ടി നമ്മൾ എടുത്തിരുന്നത് നമ്മുടെ മണിപ്പുട്ടുണ്ടല്ലോ, രാവിലത്തെ മണിപ്പുട്ടും ഫ്രഷായിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തതാണ്. പിന്നെ കുറച്ച് ചിക്കൻ കറിയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ സെയിം ഡിന്നർ, പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച്, ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുകൊണ്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹോംലി മീൽസാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.